ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله ورسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن أصدق الحديث كتاب الله وأحسن السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹം നിറഞ്ഞ സഹോദരീ സഹോദരന്മാരെ, വിശ്വാസി പ്രപഞ്ചനാഥനായ അല്ലാഹുവിനെ സൂക്ഷിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിന്റെ എല്ലാ സമയത്തിലും സന്ദർഭത്തിലും പാലിച്ചുകൊണ്ട് തഖ്വയോടുകൂടി സൂക്ഷ്മതയോടുകൂടി ജീവിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു അവന്റെ സജ്ജനങ്ങളിൽ മുത്തഖീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു മനുഷ്യന്റെ, ഒരു വിശ്വാസിയുടെ ഒരു വർഷത്തിലെ ഏറ്റവും പ്രതീക്ഷയുള്ള ദിവസങ്ങളിലേക്കാണ് നാം പ്രവേശിക്കാനിരിക്കുന്നത്. ഏറെ ആഗ്രഹത്തോടെ താല്പര്യത്തോടെ നാം കാത്തിരിക്കുന്ന രാവുകളും പകലുകളുമാണ് ഇന്നു മുതൽ നമ്മളിലേക്ക് കടന്നു വരുന്നത്. റമളാനിലെ അവസാന 10 പരലോകം ആഗ്രഹിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പരലോക വിജയത്തിന് വേണ്ടി സമ്പാദിക്കാനുള്ള ഏറ്റവും മനോഹരമായ സന്ദർഭങ്ങളാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതമെടുത്താൽ സ്വഹാബത്തിന്റെ, സലഫുകളുടെ, പ്രവാചക പത്നിമാരുടെ, നബിയുടെ ഭാര്യമാരുടെ ജീവിതമെടുത്ത് പരിശോധിക്കുമ്പോൾ പരിശുദ്ധ റമളാനിനെ അവർ എങ്ങനെ കൈകാര്യം ചെയ്തു, റമളാനിലെ തന്നെ അവസാന 10 അവർ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് എന്നൊക്കെ വിശദമായ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്നു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യജ്തഹിദു ഫിൽ അശ്റിൽ അവാഖിർ മാ ലാ യജ്തഹിദു ഫി ഗൈരിഹി. മറ്റു ദിവസങ്ങളെക്കാൾ വലിയ ത്യാഗ പരിശ്രമങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകൻ റമളാനിലെ അവസാന 10 നിർവഹിക്കുമായിരുന്നു, ചെയ്യുമായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസ് കാണാം, കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഖലൽ അശ്റ, അവസാന 10 പ്രവേശിച്ചാൽ ശദ്ദ മിഅ്സറഹു, പ്രവാചകൻ ഒന്ന് അരമുറുക്കി കൊടുക്കും. വ അഹ്യാ ലൈലഹു, തന്റെ രാവിനെ ജീവിപ്പിക്കും, സജീവമാക്കും. വ ഐഖള അഹ്ലഹു, തന്റെ കുടുംബത്തെ വിളിച്ചുണർത്തും. പ്രവാചകന്റെ രാത്രികൾ ആരാധനകൾ കൊണ്ട് സജീവമായിരിക്കും. തിരുനബി മാത്രമല്ല, തിരുനബിയുടെ ഭാര്യമാരെ, കുടുംബത്തെ എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിളിച്ചുണർത്തി ആരാധനകൾക്ക് വേണ്ടി പ്രേരിപ്പിക്കും. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വർഷത്തിലെ ദിവസം കടന്നു വരുന്നത് ഈ അവസാന 10-ലാണ്.
ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. വിശുദ്ധ ഖുർആൻ അവതീർണമായ ലൗഹുൽ മഹ്ഫൂദ് എന്ന അല്ലാഹുവിന്റെ സമ്പൂർണമായ ഒരു രേഖയുണ്ട്. ഒന്നും വിട്ടുപോകാത്ത എല്ലാം ഉൾപ്പെടുന്ന അല്ലാഹുവിന്റെ അടുക്കലെ കിതാബ്. വിശുദ്ധ ഖുർആൻ അതിൽ നിന്ന് ഒന്നാനാകാശത്തുള്ള ബൈത്തുൽ ഇസ്സ എന്ന പരിപാവനമായ അല്ലാഹുവിന്റെ ഭവനത്തിലേക്ക് അവതരിക്കപ്പെട്ടു. അവിടെ നിന്ന് ഭൂമി ലോകത്തേക്ക് ഖുർആൻ അവതീർണമായി തുടങ്ങിയത് റമദാൻ മാസത്തിലായിരുന്നു. അതിനെ സംബന്ധിച്ചാണ് വിശുദ്ധ ഖുർആനിലെ പല സ്ഥലങ്ങളിൽ ആവർത്തിച്ചു പറഞ്ഞത്. ഖദറിന്റെ രാത്രിയിൽ നാം അതിനെ ഇറക്കുകയുണ്ടായി. വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ, ഗൗരവമുള്ള മഹത്വമുള്ള പ്രാധാന്യമുള്ള ദിവസത്തെ ഖുർആൻ അവതരിപ്പിക്കുന്ന ഖുർആനിന്റെ ഒരു രീതിയാണ്. ഒരു വിഷയം പറഞ്ഞിട്ട് ആ വിഷയം എന്താണെന്ന് നിനക്കറിയാമോ എന്നൊരു ചോദ്യം നമ്മളിലേക്ക് ഇട്ടുതരും. നിനക്കറിയാമോ എന്താണ് ലൈലത്തുൽ ഖദ്ർ എന്ന്? അവിടെ അല്ലാഹു തന്നെ അത് വിശദീകരിച്ചു തരും. ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. ഖദറിന്റെ രാത്രി, കണക്കിന്റെ രാത്രി, വിധി നിർണയത്തിന്റെ രാത്രി, അതിന് 1000 മാസത്തേക്കാൾ പവിത്രതയുണ്ട്. 1000 മാസത്തേക്കാൾ ഉത്തമമാണ്. തനസ്സലുൽ മലായികത്തു, അന്ന് മലക്കുകൾ ഇറങ്ങി വരും. വറൂഹു ഫീഹാ, ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരും. ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ, എല്ലാ കാര്യങ്ങളെയും കൊണ്ടവർ ഭൂമി ലോകത്തേക്ക് ഇറങ്ങും. സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ, പ്രഭാതത്തിന്റെ ഉദയം വരെയും അന്ന് സമാധാനമായിരിക്കും. ലോകത്ത് അല്ലാഹു ഒരു മനുഷ്യന്റെ ഒരു വർഷത്തേക്കുള്ള മുഴുവൻ വിധിയും അവന്റെ ഭക്ഷണം, അവന്റെ ജീവിതത്തിലെ പരീക്ഷണങ്ങളെല്ലാം ഭൂമിയിലേക്ക് ഇറക്കുന്നത് ഖദറിന്റെ രാത്രിയിലായിരിക്കുമെന്ന് ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കും. വിശുദ്ധ ഖുർആനിൽ സമാനമായ പ്രയോഗങ്ങൾ വേറെയും ചില സ്ഥലങ്ങളിൽ കാണാൻ സാധിക്കും. അപ്പൊ നമ്മുടെ ഒരു വർഷത്തേക്കുള്ള മുഴുവൻ കണക്കുകളും ഖദറും വിധിയും അവതരിപ്പിക്കപ്പെടുന്ന, ഭൂമിയിലേക്ക് ഇറക്കപ്പെടുന്ന ദിവസമാണ് ലൈലത്തുൽ ഖദ്ർ. ആ ദിവസത്തിന് 1000 മാസത്തേക്കാൾ പവിത്രതയുണ്ട്. ആ ദിവസത്തിന് 1000 മാസത്തേക്കാൾ, അഥവാ 83 വർഷക്കാലം ഒരു മനുഷ്യൻ ഇബാദത്ത് ചെയ്യുന്നതിന്റെ പ്രതിഫലം ഒറ്റ രാത്രി കൊണ്ട് മനുഷ്യന് സമ്പാദിക്കാൻ കഴിയാവുന്ന അവസരമാണ് ഒരു ലൈലത്തുൽ ഖദ്റിൽ ജീവിക്കാൻ, ആ രാത്രിയെ സജീവമാക്കാൻ നമുക്ക് അവസരം കിട്ടിയാൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, വരാനിരിക്കുന്ന ദിവസങ്ങളുടെ പ്രാധാന്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട്, വരാനിരിക്കുന്ന ദിവസങ്ങളുടെ മഹത്വത്തെ മനസ്സിലാക്കി അതിനെ കൈകാര്യം ചെയ്യാൻ, നല്ല രൂപത്തിൽ കൈകാര്യം ചെയ്യാൻ പരിശ്രമിക്കണം എന്നാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. ഞാനൊരു 5-6 കാര്യങ്ങൾ അവസാന 10ലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട, പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനാണ് ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുന്നത്. ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആരാധനകൾക്ക് വിരാമം കുറിക്കേണ്ട ദിവസങ്ങളല്ല നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. ആരാധനകൾ അവസാനിപ്പിക്കേണ്ട ദിവസങ്ങളല്ല വരുന്നത്. റമദാൻ തുടങ്ങിയതിനു ശേഷം എങ്ങും ഒരു ആത്മീയത സജീവമാണ്. ആത്മീയത എന്ന് പറഞ്ഞാൽ ആരാധനാ രംഗത്ത് ആളുകൾ ശ്രദ്ധിക്കുന്നു, ദാനധർമ്മങ്ങളിൽ ആളുകൾ ശ്രദ്ധിക്കുന്നു, നോമ്പിലും അതുമായി ബന്ധപ്പെട്ട നോമ്പിന്റെ പ്രതിഫലം നഷ്ടപ്പെടാതിരിക്കാൻ ആവശ്യമായിട്ടുള്ള തഖ്വയിലും സൂക്ഷ്മതയിലും ഈമാനിലും ക്ഷമയിലും ഒക്കെ ആളുകൾക്ക് വലിയ ഒരു ജാഗ്രതയുണ്ട്, ശ്രദ്ധയുണ്ട്. ജമാഅത്ത് നമസ്കാരങ്ങൾ പരമാവധി നഷ്ടപ്പെടുത്താതിരിക്കാനുള്ള ജാഗ്രത ആളുകൾ പാലിക്കുന്നു. എങ്ങോട്ട് നോക്കിയാലും ഏതൊരു വിശ്വാസിയോട് സംസാരിക്കുമ്പോഴും ആ മതത്തിന്റെ ഭക്തിയുടെ ഒരു സുഗന്ധം നമുക്ക് ആളുകളിൽ നിന്ന് ആസ്വദിക്കാൻ സാധിക്കുന്ന ഒരു അവസ്ഥാവിശേഷമാണ്. പക്ഷേ എപ്പോഴും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നന്മയിൽ തുടരുമ്പോൾ അത് ചിലപ്പോൾ കുറച്ചെണ്ണം മുന്നോട്ട് പോകുമ്പോൾ ചില ആളുകൾക്ക് ഒരു മടുപ്പ് അനുഭവപ്പെടും. അതിന്റെ ഭാഗമായി എന്താ സംഭവിക്കാം? പതുക്കെ ചെയ്തു വന്നിരുന്ന നന്മകൾക്ക് അതൊക്കെ അവസാനിപ്പിച്ച് വേറൊരു ജീവിതത്തിലേക്ക് നമ്മളിങ്ങനെ വഴിമാറിപ്പോകും. അവസാന 10 പലപ്പോഴും അത്തരം കാഴ്ചകളാണ് വ്യാപകമായി നമ്മൾ കാണാറുള്ളത്.
ഒരു 15 ദിവസം 20 ദിവസം ജീവിതത്തിൽ സൂക്ഷിച്ച തഖ്വയും ഈമാനുമെല്ലാം നഷ്ടപ്പെടുത്തി, രാത്രി നമസ്കാരങ്ങളെ കളഞ്ഞു കുളിച്ച് നോമ്പിന്റെ പവിത്രതയെ നഷ്ടപ്പെടുത്തി, എല്ലാ നമസ്കാരത്തിന്റെ സമയങ്ങളിലൊക്കെ അനാവശ്യമായ ലാഗിങ് വരുത്തി, പതുക്കെ പതുക്കെ ഷോപ്പിംഗിന്റെ, അങ്ങാടി വാണിഭത്തിന്റെ, മറ്റു പല നിലക്കും പെരുന്നാൾ ആഘോഷിക്കാനുള്ള മുന്നൊരുക്കങ്ങളുടെ, നോമ്പിനെ മറന്ന് ആഘോഷത്തിന്റെ ഉത്സവങ്ങളുടെ മാനസികാവസ്ഥയിലേക്ക് നമ്മൾ ഇങ്ങനെ മാറിപ്പോകുന്ന ഒരു സമയമാണ്. ഞാൻ പറയുന്നത്, ഒരിക്കലും നമ്മൾ ഇതിനെ വഴിക്ക് വെച്ച് ഇട്ടുപോകുന്ന ആളുകളായി മാറാതിരിക്കാൻ നല്ല ശ്രദ്ധ കൊടുക്കണം. നമ്മളൊന്ന് ശരിക്കും ശ്രമിച്ചാൽ അത് നമുക്ക് കഴിയും. ഒന്നാമത്തെ രാത്രി ഉണ്ടായിരുന്ന ആത്മീയ ചിന്തകൾ നോമ്പിന്റെ 30ാമത്തെ ദിവസവും നിലനിർത്താൻ നമുക്ക് സാധിക്കും. നമ്മൾ ചെറിയൊരു ശ്രദ്ധ കൊടുത്താൽ മതി. സാധാരണ നമ്മുടെ നാട്ടിൽ പറയാറുണ്ട്, അത്തിപ്പഴം പൂക്കുമ്പോ കാക്കക്ക് വായ്പെന്ന് പറയാറുണ്ട്. യഥാർത്ഥത്തിൽ വിശ്വാസികളുടെ അവസ്ഥ അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിലേക്ക് മാറിപ്പോകുന്നുണ്ടോ എന്ന് വളരെ വിഷമത്തോടെ ചിന്തിക്കാറുണ്ട്. ഏറ്റവും നിർണായകമായ, ഏറ്റവും പ്രതിഫലാർഹമായ ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കാവുന്ന ദിവസങ്ങളാകുമ്പോ അതുവരെ ചെയ്തിരുന്നതെല്ലാം അവസാനിപ്പിച്ച് വേറൊരു ജീവിതത്തിലേക്ക് നമ്മൾ മാറിപ്പോകുക. അതുണ്ടാകാൻ പാടില്ല. സഹോദരങ്ങളെ, നമുക്ക് ഇബാദത്തുകൾ ആവശ്യമുണ്ട്, നമുക്ക് അമലുകൾ ആവശ്യമുണ്ട്, നമുക്ക് കർമ്മങ്ങൾ ആവശ്യമുണ്ട്. നമ്മൾ ജീവിച്ചത് 60 കൊല്ലമാണ്. നമുക്ക് അല്ലാഹു ആയുസ് നൽകുന്നത് 70 കൊല്ലമാണ്. 80ഉം 90ഉം 100ഒക്കെ കിട്ടുന്നത് അപൂർവങ്ങളിൽ അപൂർവമാണ്. അതിലെ പകുതിയും നമ്മൾ ഉറങ്ങിത്തീർത്തു. നമ്മുടെ കുട്ടിക്കാലം എത്ര കടന്നുപോയി. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധയില്ലാതെ മതത്തെ പരിഗണിക്കാത്ത എത്ര ദിവസങ്ങൾ കടന്നുപോയി. എല്ലാം കഴിച്ച് ഒരു ദിവസം 5 നേരം നമസ്കരിക്കാൻ പരമാവധി 1 മണിക്കൂർ കണ്ടാൽ നാളേക്ക് വേണ്ടി നാം നീക്കിവെക്കുന്ന ഒരു ആയുഷ്കാലത്തിലെ സമയം എത്രയെന്ന് നമ്മളൊന്ന് കണക്ക് കൂട്ടി നോക്കണം. ഒരു മനുഷ്യായുസ്സിലെ നാളേക്ക് വേണ്ടി, മനുഷ്യന്റെ യഥാർത്ഥ ജീവിതത്തിന് വേണ്ടി നീക്കിവെക്കുന്ന സമയത്തെ നമ്മൾ എല്ലാവരും സ്വയം കണക്കൂട്ടി നോക്കുക. നിങ്ങളൊരു 10 മിനിറ്റ് അതിനു വേണ്ടി ചെലവഴിച്ചാലും കുഴപ്പമില്ല, വീട്ടിൽ പോയിട്ട് ഒരു പേപ്പർ എടുത്ത് കണക്കൂട്ടിക്കൊള്ളു. അറിയോ, അനന്തമായ ജീവിതം പരലോകമാണ്. ദുനിയാവ് അവസാനിക്കും. ഇന്ന് ഈ പള്ളിയിൽ നിന്ന് ജുമുഅ കഴിഞ്ഞ് ആരൊക്കെ പിരിഞ്ഞു പോകുന്നത് നമുക്ക് ഉറപ്പു പറയാൻ സാധിക്കുമോ? ഇന്നിന്റെ നോമ്പ് നമ്മുടെ മാതാപിതാക്കളോട്, വീട്ടുകാരോടൊപ്പം ഇരുന്ന്, മക്കളോടൊപ്പം ഇരുന്ന് തുറക്കുമെന്ന് ഗ്യാരണ്ടി പറയാൻ കഴിയുന്ന ആരൊക്കെ ഉണ്ട്? ഈ മൈക്കിൽ നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റും അല്ലേ? ഈ കോൺക്രീറ്റ് റൂഫിന് ചിലപ്പോൾ നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റും. എന്റെയും നിങ്ങളുടെയും ആയുസ്സിന് ഗ്യാരണ്ടി പറയാൻ പറ്റും. സഹോദരങ്ങളെ, ഏത് സമയവും അവസാനിക്കാവുന്നതാണ് ജീവിതം. അനന്തമായ ജീവിതം പരലോകമാണ്. അറ്റമില്ലാത്ത ജീവിതം പരലോകമാണ്. അവിടേക്ക് ആവശ്യമായ വിഭവങ്ങൾ നമ്മുടെ കയ്യിലുണ്ടാകണം. നമുക്ക് മുമ്പേ കഴിഞ്ഞുപോയവരുടെ ജീവിതം എടുത്ത് പരിശോധിച്ചു നോക്കി. നോഹ് നബിയുടെ ചരിത്രം നമ്മൾ എപ്പോഴും പറയാറുണ്ട്. 950 കൊല്ലക്കാലം അല്ലാഹുവിന്റെ ദീനിലേക്ക് ക്ഷണിച്ച് ജീവിതം അതിനുവേണ്ടി നീക്കിവെച്ച് ത്യാഗോജ്വലമായ ജീവിതം ജീവിച്ചു തീർത്ത മഹാനായ ഒരു പ്രവാചകന്റെ ജീവചരിത്രം അല്ലാഹു നമുക്ക് പറഞ്ഞു തരുന്നു. 950 കൊല്ലക്കാലം 950 കൊല്ലക്കാലം ദഅഉതു ഖൗമി ലൈലൻ വനഹാറാ, അല്ലാഹുവേ രാവും പകലും വ്യത്യാസമില്ലാതെ ഞാൻ അവരെ നിന്റെ ദീനിലേക്ക്, ലാ ഇലാഹ ഇല്ലല്ലാഹയിലേക്ക് ക്ഷണിച്ചുകൊണ്ടേയിരുന്നു. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ ജീവിതം നമ്മൾ പഠിച്ചതാണ്, കേട്ടതാണ്. എന്തുമാത്രം ത്യാഗങ്ങളാണ് അനുഭവിച്ചത്. മതത്തിനു വേണ്ടി, ദീനിനു വേണ്ടി, ലാ ഇലാഹ ഇല്ലല്ലാഹയ്ക്ക് വേണ്ടി അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം എത്ര ത്യാഗസമ്പൂർണമായിരുന്നു, സഹനങ്ങൾ നിറഞ്ഞതായിരുന്നു. സ്വഹാബാ കിറാമിന്റെ ജീവിതം എന്തെല്ലാമാണ് അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് അവർ നൽകിയത് അല്ലേ? സമ്പത്ത് മുഴുവൻ നൽകിയവരുണ്ട്. തന്റെ വീടും കിടപ്പാടവുമെല്ലാം ഒരു നാട്ടിൽ ഉപേക്ഷിച്ച് നാട് വിട്ടുപോയവരുണ്ട്. അവയവങ്ങൾ നൽകിയവരുണ്ട്. യുദ്ധത്തിൽ കണ്ണുപോയവരുണ്ട്, കാതുപോയവരുണ്ട്, കൈ പോയവരുണ്ട്, കാല് പോയവരുണ്ട്. ജീവൻ നൽകിയവരുണ്ട്. അല്ലാഹുവിന്റെ മാർഗത്തിൽ ജീവൻ നൽകിയവരുണ്ട് അല്ലേ? സലഫുകളുടെ ജീവിതത്തിൽ പരിശോധിച്ചു നോക്കി. അവരൊക്കെ കുട്ടിക്കാലത്ത് 8ാം വയസ്സിൽ ഖുർആൻ ഹിഫ്ളാക്കി, 10ാം വയസ്സിൽ ഖുർആൻ മനഃപ്പാഠമാക്കി. അവിടെ നിന്ന് അവർ ആരംഭിക്കുകയാണ്. അവരുടെ ജീവിതം മുഴുവൻ ദീനിനു വേണ്ടിയാണ്. അവരുടെ ജീവിതം മുഴുവൻ മതത്തിന് വേണ്ടിയാണ്. ദീർഘകാലം, പതിറ്റാണ്ടുകൾ പഠനം നടത്തി, പതിറ്റാണ്ടുകൾ ദീന് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ജീവിതം മാറ്റിവെച്ചു.
ജീവിതത്തിലെ സുഖമെന്തെന്നറിയാതെ, ആസ്വാദനങ്ങൾ അറിയാതെ, ഭൗതികത ആസ്വദിക്കാതെ കടന്നുപോയി. അറിയോ എന്തെല്ലാം പീഡനങ്ങളായി ഏറ്റുവാങ്ങിയത്? വലിയ മതപണ്ഡിതന്മാരായിരുന്നിട്ടും ഇസ്ലാമിക രാജ്യത്ത് ജീവിച്ചിട്ടും ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ളയെ പോലെയുള്ള ആളുകൾ, ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലെയുള്ള ആളുകൾ, അബൂ ഹനീഫത്തുൻ നഅമാൻ അൽ-കൂഫി റഹിമഹുള്ളയെ പോലെയുള്ള ഇമാം അബൂ ഹനീഫ എന്ന് വിളിക്കുന്ന മഹാരഥന്മാരായ പണ്ഡിതന്മാർ ജയിൽവാസം അനുഭവിച്ചു. ഇസ്ലാമിക രാജ്യത്ത് ജീവിച്ചിട്ട് പോലും ലോകം കണ്ട ഏറ്റവും വലിയ പണ്ഡിതന്മാരായിരുന്നിട്ടും ഭൗതികമായ ഒന്നും നേടാതെ, എന്നാൽ ഇസ്ലാമിക ലോകത്തിന് വലിയ സംഭാവനകൾ അർപ്പിച്ച് കടന്നുപോയി. ഞാനിതൊക്കെ തന്നെ ഓർമ്മപ്പെടുത്തി എന്തിനറിയോ? നമ്മളും അവർക്കും ഒക്കെ നേരിടേണ്ടത് ഒരേ പരലോകമാണ്. 950 കൊല്ലം അല്ലാഹുവിന്റെ മാർഗത്തിൽ പ്രബോധനം നിർവഹിച്ച നോഹ് നബി അലൈഹിസ്സലാമക്കും നമുക്കും നേരിടാനുള്ളത് ഒരേ പരലോകമാണ്, ഒരേ വിചാരണയാണ്. നമുക്കും നോഹ് അലൈഹിസ്സലാമിനും കടന്നു പോകാനുള്ളത് ഒരേ സിറാത്താണ്. നമുക്കും നോഹ് അലൈഹിസ്സലാമക്കും നിലനിൽക്കാനുള്ളത് ഒരേ മഹ്ശറാണ്. നമ്മളും നോഹ് അലൈഹിസ്സലാമയും നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ കർമ്മരേഖ നമ്മൾ ഏറ്റുവാങ്ങും. മീസാനിന്റെ മുന്നിൽ നിൽക്കും. വിചാരണയുടെ നാളിൽ നമ്മൾ അഭിമുഖീകരിക്കും. നമ്മുടെ കയ്യിലെന്തുണ്ട്? ജീവൻ നൽകിയ സ്വഹാബാ കിറാമിന്റെ ജീവിതം നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോ സുഹൈബ് റളിയല്ലാഹു അൻഹുവിനോട്, യാസിർ കുടുംബത്തോട്, ഖബാബ് റളിയല്ലാഹു അൻഹുവിനോട്, ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ പറഞ്ഞില്ലേ, നബിയേ മത്താ നസ്റുല്ലാഹ്, എന്നാ അല്ലാഹുവിന്റെ സഹായം ഉണ്ടാവുക, എന്നാ ഈ പീഡനങ്ങൾ അവസാനിപ്പിക്കുക, ഞങ്ങൾ എന്തുമാത്രം വലിയ പീഡനങ്ങൾക്കാണ് ഇരയാകുന്നത്. നബി പറഞ്ഞില്ലേ നിങ്ങളുടെ മുൻഗാമികളെ കുറിച്ച്, അവർ അരവരെ കുഴിയിൽ ഇറക്കി നിർത്തി അവരുടെ ശരീരം തലയിലേക്ക് ആണി അടിച്ചിറക്കി ശരീരം കൊണ്ട് പിളർപ്പാക്കപ്പെട്ട കാലം കടന്നുപോയിട്ടുണ്ട്. ശരീരത്തെ ഇരുമ്പിന്റെ ചീപ്പുകൾ ഉപയോഗിച്ച് ശരീരത്തിൽ ചീകി എല്ലും മാംസവും വേർതിരിക്കപ്പെട്ട പീഡിതരായ വിശ്വാസ സമൂഹം ഇവിടെ കടന്നുപോയിട്ടുണ്ട്. സഹോദരങ്ങളെ, നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ ഖബറിലേക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ എന്ത് ചെയ്തു? നാളെ റബ്ബിനെ കണ്ടുമുട്ടി ജീവിതത്തിന്റെ കണക്ക് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ മുന്നിൽ കണക്ക് നിരത്താൻ എന്തു ചെയ്തു നമ്മൾ? നിനക്ക് നാം കണ്ണു തന്നില്ലേ? നിനക്ക് നാം കാതു തന്നില്ലേ? നിനക്ക് നാം ബുദ്ധി തന്നില്ലേ? ആരോഗ്യം തന്നില്ലേ? ആയുസ് തന്നില്ലേ? വീട് തന്നില്ലേ? കുടുംബം തന്നില്ലേ? മക്കളെ തന്നില്ലേ? ജീവിക്കാനുള്ള വിഭവങ്ങൾ തന്നില്ലേ എന്ന് ചോദിക്കുമ്പോ എന്താണ് നമ്മുടെ കയ്യിൽ പറയാനുള്ളത്? എന്താണ് നമ്മുടെ കയ്യിൽ പറയാനുള്ളത്? അറഫഹു നിഅമഹു ഫഅറഫഹാ. പരലോകത്തെ വിചാരണയുടെ മുമ്പ് അല്ലാഹു അടിമയെ തന്റെ മുഴുവൻ അവൻക്ക് ചെയ്തു കൊടുത്ത മുഴുവൻ അനുഗ്രഹങ്ങളും അവനെ ഓർമ്മപ്പെടുത്തും. അവനതൊക്കെ തിരിച്ചറിയും. ചോദിക്കും അല്ലാഹു ചെയ്ത അനുഗ്രഹം എണ്ണി പറഞ്ഞ സുഹൃത്തുക്കളെ, ഇന്ന് തീരോ? നാളെ തീരോ? ഒരാഴ്ച കൊണ്ട് തീരോ? ഒരു കൊല്ലം കൊണ്ട് തീരോ? നാം ശ്വസിക്കുന്ന വായു മുതൽ നമ്മുടെ ശരീരത്തിലെ ഓരോ രോമം, മൂക്കിന് 4 രോമമില്ലെങ്കിൽ അയാൾക്ക് എന്തൊക്കെ അസുഖം വരുന്നറിയോ? ചെവിക്കകത്ത് രോമമില്ലെങ്കിൽ അയാളുടെ ചെവിക്കകത്തേക്ക് എന്തൊക്കെ കടന്നുകൂടുന്നറിയോ? ഒരു രോമം പോലും അല്ലാഹുവിന്റെ അനുഗ്രഹമാണ്. നമ്മൾ മറക്കരുത്. അല്ലാഹു ചോദിക്കുക, നമ്മുടെ കയ്യിൽ വിഭവങ്ങൾ ഉണ്ടാകണം. അതുകൊണ്ട് നമ്മൾ എന്തറിയോ, വഴിക്ക് വെച്ച് വിട്ടുപോകുന്നവരായി മാറാതിരിക്കുക. വഴിക്ക് വെച്ച് വിട്ടുപോകുന്നവരായി നമ്മൾ മാറാതിരിക്കുക. ഇതാണ് അവസാന 10ലേക്ക് കിടക്കുക. ഒന്നാമതായി ചിന്തിക്കേണ്ടത്. രണ്ടാമത്തെ അറിയോ സഹോദരങ്ങളെ, ഇത്തവണ നമുക്ക് ലൈലത്തുൽ ഖദർ കിട്ടണം. ഇത്തവണ ലൈലത്തുൽ ഖദർ നമുക്ക് കിട്ടണം. 950 കൊല്ലം ദഅവത്ത് നടത്തിയ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം 950 കൊല്ലം നിർവഹിച്ച കർമ്മങ്ങളുടെ ആ ഒരു അതേ പദവിയിലേക്ക് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷെ അത്രയും വർഷം ഇബാദത്ത് ചെയ്തത് 11 വർഷത്തെ അല്ലെങ്കിൽ 12 വർഷത്തെ ലൈലത്തുൽ ഖദർ കിട്ടിയാൽ കിട്ടും. 1000 മാസം എന്ന് പറഞ്ഞാൽ 83 കൊല്ലവും 3-4 മാസം, 83 വർഷത്തിലധികമാണ്. 10 കൊല്ലം ലൈലത്തുൽ ഖദർ കിട്ടിയാൽ 830 കൊല്ലമാണ്. അറിയോ? ഞാൻ പറഞ്ഞത്, ഈ വർഷം നമുക്കത് കിട്ടണമെന്ന ഉത്കടമായ ആഗ്രഹം നമുക്കുണ്ടാകണം, ഉറച്ച തീരുമാനം നമുക്കുണ്ടാകണം. അതിനെന്താ വഴി? അവസാന 10 എല്ലാ രാവുകളെയും അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് പറഞ്ഞതുപോലെ നമ്മൾ സജീവമാക്കണം.
ലൈലത്തുൽ ഖദ്റിലെ അവസാന 10 എല്ലാ രാത്രികളെയും നമ്മൾ സജീവമാക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലൈലത്തുൽ ഖദ്റിനെ കുറിച്ച് പറഞ്ഞത് എന്താ? തഹറു ലൈലത്തുൽ ഖദ്രി ഫിൽ അശ്റിൽ അവാഖിർ മിൻ റമളാൻ. റമളാനിലെ അവസാന 10 നിങ്ങൾ ലൈലത്തുൽ ഖദ്റിനെ അന്വേഷിക്കണം. തഹറു ലൈലത്തുൽ ഖദ്രി ഫിൽ വിത്രി മിൻ അൽ അശ്റിൽ അവാഖിർ മിൻ റമളാൻ. റമളാനിലെ അവസാന 10 ഒറ്റയിട്ട ദിവസങ്ങളിൽ നിങ്ങൾ ലൈലത്തുൽ ഖദ്റിനെ അന്വേഷിക്കണം. എന്തു വലിയ കാരുണ്യമാണ് അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത്. 365 ദിവസവും ലൈലത്തുൽ ഖദ്ർ അന്വേഷിച്ചു എന്ന് പറഞ്ഞ ഏത് ദിവസമാണ് കിട്ടുക? റമളാനിലെ 30 ദിവസം എന്ന് പറഞ്ഞാലും സുഹൃത്തുക്കളെ 30 ദിവസം നമ്മൾ കണ്ണിൽ എണ്ണൊഴിച്ചിരിക്കണ്ടേ? റമളാനിലെ അവസാന 10 എന്ന് മുഴുവനായി പറഞ്ഞില്ല പ്രവാചകൻ. അവസാന 10 21-ാം രാവ്, 23-ാം രാവ്, 25-ാം രാവ്, 27-ാം രാവ്, 29-ാം രാവ്, 5 രാത്രികൾ ഉറക്കമൊടുക്കാൻ ഒരുക്കമുണ്ടോ നമ്മൾ? 5 രാത്രികൾ ആരാധനകൾ കൊണ്ട് സജീവമാക്കാൻ തയ്യാറുണ്ടോ നമ്മൾ? 83 വർഷ കാലഘട്ടത്തിലെ ആരാധനകൾ നാളേക്ക് വേണ്ടി നിർവഹിച്ചതിന്റെ പുണ്യമാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. 83 കൊല്ലത്തിലധികം കാലം. അതുകൊണ്ട് റമളാനിലെ അവസാന 10ലേക്ക് കടക്കുമ്പോൾ രണ്ടാമത്തെ നമ്മുടെ ചിന്ത ഇതാണ്: എനിക്ക് ഈ വർഷത്തെ ലൈലത്തുൽ ഖദ്ർ നിർബന്ധമായും ലഭിച്ചിരിക്കണം എന്നുള്ളത്. മൂന്നാമത്തത് സഹോദരങ്ങളെ, എല്ലാ റമളാനിലും റമളാനിന്റെ തുടക്കത്തിൽ റമളാനിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ്, അവസാന 10ലേക്ക് കടക്കുന്നതിന് മുമ്പ് സ്ഥിരമായി കേൾക്കാറുള്ള ഒരു ഹദീസാണ്. അതെന്താണ്? കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഅതഖിഫു അൽ-അശ്റൽ അവാഖിർ മിൻ റമളാൻ ഹത്താ തവഫാഹു അല്ലാഹു തആല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിലെ അവസാന 10 മുഴുവൻ പള്ളിയിലാണ് ജീവിച്ചത്. പള്ളിയിൽ ഇഅ്തികാഫിലിരുന്നു. പിന്നെ പ്രവാചകന്റെ കാലശേഷം പ്രവാചകന്റെ ഭാര്യമാർ തുടർന്നു പോന്നു. നബിയും ഭാര്യമാരും റമളാനിൽ 21-ാം രാവ് മുതൽ റമളാൻ അവസാനിക്കുന്നത് വരെ എവിടെയാണ് കിടന്നുറങ്ങിയത്? എവിടെയാണ് നമസ്കരിച്ചത്? എവിടെയാണ് താമസിച്ചത്? എവിടെ ഇരുന്നാണ് ഖുർആൻ ഓതിയത്? എവിടെ ഇരുന്നാണ് ദിക്റുകൾ ചൊല്ലിയത്? പള്ളിയിലായിരുന്നു, മസ്ജിദുൻ നബവിയിലായിരുന്നു. അവസാന 10 മുഴുവൻ മസ്ജിദുൻ നബവിയിൽ. നിങ്ങളിവിടെ ഇരിക്കുന്ന എല്ലാവരും സ്വന്തത്തോടൊന്ന് ചോദിക്കും, കഴിഞ്ഞ എത്ര കൊല്ലായിട്ട് ഹദീസ് നമ്മൾ കേൾക്കുന്നുണ്ടെന്ന്? ജീവിതത്തിലെ എത്ര ദിവസം, ഞാൻ പറഞ്ഞത് എത്ര വർഷം എന്നല്ല, എല്ലാ വർഷവും ഒറ്റയിട്ട് 5 രാത്രികൾ എന്നല്ല, ജീവിതത്തിലെ എത്ര ദിവസം അല്ലാഹുവിന്റെ റസൂലിന്റെ ചര്യ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഹദീസ് ഇപ്പൊ കേൾക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് ഈ വർഷം ഞാനിത് നടപ്പിലാക്കുമെന്ന് തീരുമാനിക്കാൻ കഴിയുന്ന എത്ര ആളുകൾ ഈ കൂട്ടത്തിലുണ്ട്? സഹോദരങ്ങളെ, ഇഅ്തികാഫിന്റെ ഹദീസ് നമ്മൾ കേൾക്കാറുള്ളൂ. ഇത്തവണ അത് നടപ്പിലാക്കണമെന്ന നല്ല ഒരു തീരുമാനവും നിയ്യത്തുമാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. നമ്മൾ ആരെയും അതിൽ കാത്തു നിൽക്കേണ്ടതില്ല, ഒരു അപകർഷതാബോധവും അതിൽ കാണിക്കേണ്ടതില്ല. ഞാനെങ്ങനെ ചിലപ്പോഴൊക്കെ ജമാഅത്തൊക്കെ നഷ്ടപ്പെടാറുണ്ട്. അതൊന്നും ശരിയാക്കാതെ പോയി ഇഅ്തികാഫിൽ ചിന്തിക്കണ്ട. ചിലപ്പോ ഇതായിരിക്കും അല്ലാഹു നമുക്ക് നൽകുന്ന അവസരം. നിസ്കരിക്കണോനെ എന്താ ഭക്തി കിട്ടാൻ മാർഗം ചോദിച്ചപ്പോൾ റസൂൽ പറഞ്ഞില്ലേ, സ്വല്ലി സ്വലാത്ത മുവദ്ദിഇ. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, യാത്ര ചോദിക്കുന്നവന്റെ നമസ്കാരം നിർവഹിക്കുക. സുജൂദ് ചെയ്യുമ്പോ ഇതെന്റെ അവസാന സുജൂദായിരിക്കും, ഇതെന്റെ അവസാനത്തെ സുജൂദായിരിക്കുമെന്ന് നമ്മൾ വിചാരിച്ചാലേ സുജൂദിൽ ഭക്തി വരും. റുക്കൂഅ് ചെയ്യുമ്പോൾ പടച്ചോനെ ഇതിന്റെ അവസാന റുക്കൂഅായിരിക്കുമോ? ഇനി ഒരു റുക്കൂഅയിലേക്ക് എന്നെ തലകുനിക്കാൻ എനിക്ക് ആയുസ് അനുവദിച്ചിട്ടുണ്ടോ എന്ന് ചിന്തിക്കുന്നവന്റെ മനസ്സിൽ ഭക്തിയുണ്ടാകും, ഖുശൂഉണ്ടാകും, തഖ്വയുണ്ടാകും, ഈമാനുണ്ടാകും. പറയുന്നത് ഈ റമദാനിൽ ഈ അവസാന 10-ായിരിക്കും ഒരുപക്ഷേ നമുക്കൊന്ന് രാത്രിയിൽ പള്ളിയിൽ ഒറ്റയ്ക്കിരിക്കാൻ, ഒഴിഞ്ഞിരുന്ന് ഖുർആൻ ഓതാൻ, അല്ലാഹുവിനോട് മനസ്സുരുകി പ്രാർത്ഥിക്കാൻ, തൗബ ചെയ്തു മടങ്ങാൻ അവസാനത്തെ അവസരമായിരിക്കും. അങ്ങനെ മാത്രം ചിന്തിച്ചാൽ മതി, വേറെ ഒന്നിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണ്ട. എന്നിട്ട് ആ ഒറ്റയിട്ട രാവുകളെങ്കിലും പള്ളികളിൽ സജീവമാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്, ഇഅ്തികാഫിരിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഇമാം സുഹരി റഹിമഹുല്ലാഹ് പറയുന്ന ഒരു വാചകമുണ്ട്, അജവൽ മുസ്ലിമീൻ, മുസ്ലിങ്ങളുടെ കാര്യം വലിയ അത്ഭുതമാണ്. എന്താ അത്ഭുതം? അവരെ ഇഅ്തികാഫ് ഉപേക്ഷിച്ചു. ഇമാം സുഹരി താബിഈകളിൽപ്പെട്ട ഹദീസ് ക്രോഡീകരണത്തിന്റെ തുടക്കം കുറിച്ച മഹാനായ ഒരു പണ്ഡിതൻ.
ആളുകളുടെ ഇഅ്തികാഫ് ഒഴിവാക്കുന്നു. മഅന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തറകഹു മുഖദിമൽ മദീന ഹത്താ ഖബലഹു അല്ലാഹു അസ്സ വജൽ. അല്ലാഹുവിന്റെ റസൂൽ ഹിജ്റ കഴിഞ്ഞ് ഹിജ്റ വന്ന് മദീനയിൽ എത്തിയത് മുതൽ മരണം വരെ ഒരൊറ്റ റമദാനിലും ഇഅ്തികാഫ് ഉപേക്ഷിച്ചിട്ടില്ല. എന്നിട്ടും ഇഅ്തികാഫ് ഉപേക്ഷിക്കുന്ന മുസ്ലിങ്ങളുടെ കാര്യം എന്തൊരു അത്ഭുതമാണ് എന്ന് ഇമാം സുഹരി റഹിമഹുല്ലാഹ് പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, നാലാമത്തെ ഒരു പോയിന്റ് നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത് എന്തറിയോ? നമ്മൾ തൗബ ചെയ്തു മടങ്ങണം. റമദാനിന്റെ അവസാന പത്തിൽ ഉണ്ടാകേണ്ട മറ്റൊരു ചിന്തയാണ് തൗബ ചെയ്തു മടങ്ങണം. അറിയോ, നോമ്പിന്റെ ആദ്യം മുതൽ നമ്മൾ അസ്തഗ്ഫിറുല്ലാഹ് ഒരുപാട് പറഞ്ഞിട്ടുണ്ടാവും. പടച്ചോനെ പുറത്തേരണേ നമ്മൾ ഒരുപാട് അല്ലാഹുവിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടാവും. അതിന്റെ കുറച്ചുകൂടി അല്ലാഹു തൗബ സ്വീകരിക്കാൻ വേണ്ടി കുറച്ചുകൂടി പരിഗണിക്കുന്ന ദിവസങ്ങളിലേക്ക് നമ്മൾ പോണത്. അതുകൊണ്ട് സംഭവിച്ചു പോയ ഓരോ കുറ്റങ്ങളെയും ഓരോ പാപങ്ങളെയും മനസ്സിലോർമ്മയുള്ള ഓരോന്നിനെയും അതെടുത്തു പറഞ്ഞ് അല്ലാഹുവേ സംഭവിച്ചു പോയി, അബദ്ധമായി പോയി, ഇനി ആവർത്തിക്കുകയില്ലെന്ന് പ്രതിജ്ഞയെടുത്ത് അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങേണ്ട സമയമാണ്. തൗബ ചെയ്യേണ്ട ആത്മാർത്ഥമായി തുബൂ ഇലല്ലാഹി തൗബതൻ നസൂഹ, നിഷ്കളങ്കമായി അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങേണ്ട സമയമാണ്. എന്തൊക്കെ സംഭവിച്ചു നമ്മുടെ ജീവിതത്തിൽ സഹോദരങ്ങളെ? കഴിഞ്ഞ വർഷങ്ങൾ ജീവിച്ചു തീർത്ത പതിറ്റാണ്ടുകൾ, സംവത്സരങ്ങൾ നമ്മളൊന്നിങ്ങനെ കണ്ണോടിച്ചു നോക്കി. എവിടെയൊക്കെ എന്തെല്ലാം സംഭവിച്ചു? അത് മനുഷ്യ സഹജമാണ് അല്ലെ? കുല്ലു ബനി ആദമ ഖതാഉ, ആദമിന്റെ മക്കളെല്ലാവരും തെറ്റു ചെയ്യുന്നവരാണ്. എന്നാൽ ഖൈറുൽ ഖതാഇന തവ്വാബൂൻ, ഏറ്റവും നല്ല പാപം ചെയ്യുന്നവരിൽ ഉത്തമനാരാണെന്നറിയോ? തൗബ ചെയ്തു മടങ്ങുന്നവനാണ്. അല്ലാഹു നമ്മുടെ തൗബ സ്വീകരിക്കും. രാത്രിയുടെ 3-2 കഴിഞ്ഞാൽ ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വന്ന് അല്ലാഹു ചോദിക്കുന്നു, ഹൽ മിൻ സായിലിൻ, ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ ഞാൻ തരാം. ഹൽ മിൻ മുസ്തഗ്ഫിരിൻ, ആരെങ്കിലും പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ ഞാൻ പുറത്തു തരാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരാം അല്ലാഹു തന്റെ ഇരുകരങ്ങളും നീട്ടി കാത്തിരിക്കുകയാണ്. യബ്സുത്തുൽ ലൈൽ, ഇന്നല്ലാഹ യബ്സുതു യദാഹുൽ ലൈൽ ലിയതൂബ മുസീഅൻ നഹാർ, പകലിൽ തെറ്റ് ചെയ്യുന്നവന്റെ തൗബ സ്വീകരിക്കാൻ രാവിലെ അല്ലാഹു കൈകൾ വിശാലമാക്കി കാത്തിരിക്കുന്നു. രാത്രിയിൽ തെറ്റ് ചെയ്യുന്നവന്റെ തൗബ സ്വീകരിക്കാൻ അല്ലാഹു പകലിൽ തന്റെ കൈയും നീട്ടി കാത്തിരിക്കുന്നു. കാരുണ്യമുള്ളവനാണ് റബ്ബ്, ഗഫൂറാണ്, പാപങ്ങൾ പൊറുക്കുന്നവനാണ് റബ്ബ്, വദൂദാണ്, സ്നേഹമുള്ളവനാണ് റബ്ബ്, റഹീമാണ്, കരുണാമയനാണ്, റഹ്മാനാണ്, പരമകാരുണ്യകനാണ്. അല്ലാഹുവിലേക്ക് കൈകൾ ഉയർത്തിയാൽ ആ കൈകളെ തട്ടിക്കളയാൻ ഒരു മനുഷ്യൻ ഇദാ റഫഅ റജുലു ഇലൈഹി യദൈഹി, അല്ലാഹുവിലേക്ക് ഒരാൾ തന്റെ ഇരുകരങ്ങളും ഉയർത്തിയാൽ അവൻ യസ്തഹി അയ്യറുദ്ദഹുമാ സിഫ്റാ, ശൂന്യകരങ്ങളായതിനെ തിരിച്ചയക്കുന്നതിൽ അല്ലാഹു ലജ്ജിക്കുന്നു, നാണിക്കുന്നു. ചോദിച്ചാൽ തരും. നമ്മുടെ ആളുകളാണ് പറയുന്നത് അല്ലാഹുവിനോട് നമുക്ക് നേരിട്ട് ചോദിക്കാൻ പറ്റൂല, ഇടയിൽ ആളുകൾ വേണം, ബദരീങ്ങൾ വേണം, മുഹദ്ദിൻ ശൈഖ് വേണം, മരിച്ചുപോയവർ വേണം, മഹാത്മാക്കൾ വേണം. സഹോദരങ്ങളെയൊക്കെ ശിർക്കൻ വിശ്വാസങ്ങളാണ്. അല്ലാഹു സന്നദ്ധനാണ്, 100 ആളെ കൊന്നവന് പുറത്തു കൊടുത്തവനാണ് റബ്ബ്. നിങ്ങൾ നോക്കി, തൗബ ചെയ്തു മടങ്ങുകയാണ് വേണ്ടത്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് കാണാം. എന്താണെന്നറിയോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇന്ന അബ്ദൻ അസ്വാബ ദൻബൻ, ഒരാൾക്ക് ഒരു തെറ്റുപറ്റി, ഒരാൾ തെറ്റുപറ്റി. ഫഖാല, അയാൾ പറഞ്ഞു, റബ്ബി അദ്നബ്തു ദംബ, പടച്ചോനെ എനിക്കൊരു പാപം സംഭവിച്ചു റബ്ബേ, ഫഗ്ഫിർലി, അതുകൊണ്ട് എനിക്ക് പുറത്തു തരണേ. ഒരു അടിമ ഒരു തെറ്റ് ചെയ്തു, അവൻ അല്ലാഹുവിനോട് പറയുന്നു, അല്ലാഹ് എനിക്കൊരു തെറ്റുപറ്റി, എനിക്ക് പുറത്തു തരണേ. അപ്പൊ അല്ലാഹു പറയുന്നു, ഖാല റബ്ബുഹു അഅലിമ അബ്ദി അന്ന ലഹു റബ്ബൻ യഗ്ഫിറു ദംബ, അറിയോ? ആ അടിമക്ക് അറിയിച്ചു കൊടുക്കൂ അവൻക്കൊരു റബ്ബുണ്ട്, അവൻ പാപങ്ങൾ പൊറുക്കുന്നവനാണെന്ന്. അതുകൊണ്ട് ഞാൻ എന്റെ ആ അടിമക്ക് പുറത്തു കൊടുത്തിരിക്കുന്നു. പിന്നെ കുറച്ചു കാലം ഇങ്ങനെ കടന്നുപോയി. എന്നിട്ടോ പക്ഷേ വീണ്ടും അയാൾക്ക് ഒരു തെറ്റ് സംഭവിക്കുന്നു. അയാൾ വീണ്ടും അല്ലാഹുവിനോട് പറഞ്ഞു, പടച്ചോനെ എനിക്ക് തെറ്റ് സംഭവിച്ചിരിക്കുന്നു, പാപം സംഭവിച്ചിരിക്കുന്നു, അല്ലാഹുവേ എനിക്ക് പുറത്തു തരണമേ. അല്ലാഹ് അതേ വാചകങ്ങൾ പറയുന്ന എന്റെ അടിമക്ക് അറിയിച്ചു കൊടുക്കുക,
അവൻക്കൊരു റബ്ബുണ്ട്, പാപങ്ങൾ പൊറുക്കുന്ന റബ്ബ്. അതുകൊണ്ട് ഞാൻ എന്റെ അടിമക്ക് പുറത്തു കൊടുത്തിരിക്കുന്നു. പിന്നെയും കാലം കുറെ കടന്നുപോയി, അയാൾ പാപം ചെയ്തു. അയാൾ വീണ്ടും അല്ലാഹുവിനോട് പറഞ്ഞു, റബ്ബേ എനിക്ക് തെറ്റുപറ്റി നാഥ, എനിക്ക് പുറത്തു തരേണമേ. അല്ലാഹു പറയും, അവനൊരു നാഥനുണ്ടെന്ന് അറിയിക്കൂ അവനെ, പാപങ്ങൾ പൊറുക്കുന്ന റബ്ബ്. അതുകൊണ്ട് ഞാൻ എന്റെ അടിമക്ക് പുറത്തു കൊടുത്തിരിക്കുന്നു. ഞാൻ പറഞ്ഞ സുഹൃത്തുക്കളെ, തെറ്റ് ചെയ്യുക, വീണ്ടും തൗബ ചെയ്യുക, തെറ്റ് ചെയ്യുക, വീണ്ടും തൗബ ചെയ്യുക എന്നതിനെ മോട്ടിവേറ്റ് ചെയ്യുന്നതല്ല ഈ ഹദീസ്. മറിച്ച് ഏത് കൊടിയ പാപം ചെയ്തവനും എത്ര തവണ ചെയ്തവനും പുറത്തു കൊടുക്കുന്ന ഒരു നാഥനുണ്ട്. ആ റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങേണ്ട ദിവസങ്ങളാണ് വരുന്നത്. മനസ്സിനെ വേട്ടയാടുന്ന, ഉള്ളിൽ കുറ്റബോധം തോന്നുന്ന, പലപ്പോഴും പല നന്മകളിലേക്കും അടുക്കുമ്പോ നമ്മുടെ മനസ്സിനെ പിന്നോട്ട് പിടിച്ചു വലിക്കുന്നത് ജീവിതത്തിൽ സംഭവിച്ചു പോയ പാപങ്ങളാണ്, അബദ്ധങ്ങളാണ്, തെറ്റുകളാണ്, കുറ്റങ്ങളാണ്. നമ്മൾ ലഹരിയുടെ ഒരു ലോകത്താണ് ജീവിക്കുന്നത്. പലർക്കും അങ്ങനെ സംഭവിച്ചു പോയിട്ടുണ്ടാകാം. അധാർമികതയുടെ ലോകത്താണ് ജീവിക്കുന്നത്. ലൈംഗിക രാജകത്വത്തിന്റെ ലോകത്താണ് ജീവിക്കുന്നത്. ചാടിപ്പോക്കുകളുടെയും ഓടിപ്പോക്കുകളുടെയും ലോകത്താണ് ജീവിക്കുന്നത്. ഏതു മേഖലയിൽ സംഭവിച്ച അബദ്ധമാണെങ്കിലും, ഏതു മേഖലയിൽ സംഭവിച്ച കുറ്റമാണെങ്കിലും, സാമ്പത്തിക ഇടപാടിൽ സംഭവിച്ചതാണെങ്കിലും, ഒന്ന് മനസ്സ് തുറന്ന് അല്ലാഹുവിനോട് അടുത്ത് അല്ലാഹുവിലേക്ക് കരങ്ങൾ ഉയർത്തി കണ്ണുകൾ നിറഞ്ഞ് ആത്മാർത്ഥതയോടുകൂടി റബ്ബേ പൊറുക്കണേ, ഇനി ചെയ്യില്ല റബ്ബേ എന്ന വാചകം ഉന്നയിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു അവന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, അങ്ങനെ പുറത്തു കിട്ടാനുള്ള, തൗബ ചെയ്യാനുള്ള ഏറ്റവും സുവർണാവസരങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് ഈ അവസാന പത്തിൽ നമ്മുടെ നിർണായകമായ സമയങ്ങളെ തൗബക്ക് കൂടി വേണ്ടി ഉപയോഗപ്പെടുത്തണമെന്നാണ് ഈ സമയത്ത് ഓർമ്മപ്പെടുത്താനുള്ളത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, വിശ്വാസികളെ, അല്ലാഹുവെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു അവന്റെ സജ്ജനങ്ങളിൽ, മുത്തഖീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ സാമ്പത്തിക സമാഹരണം പള്ളി പരിപാലനത്തിലേക്കുള്ളതാണ്. റമളാനിന്റെ മഹത്വം, അതിലെ സദഖകളുടെ പുണ്യമൊക്കെ അറിയുന്നവരാണ് നമ്മൾ. പരമാവധി അതുമായി സഹകരിക്കണമെന്ന് നമ്മുടെ സദഖകളിൽ ഒരു വിഹിതം, കനപ്പെട്ട വിഹിതം അല്ലാഹുവിന്റെ വീടിന് വേണ്ടി നൽകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഫിത്ർ സക്കാത്ത് നമ്മുടെ മേൽ നിർബന്ധമായിട്ടുള്ള ഒരു ആരാധനാ കർമ്മമാണ്. ഇൻഷാ അല്ലാഹ് അതിന്റെ മഹത്വവും വിധികളുമെല്ലാം നമുക്ക് അടുത്തൊരാഴ്ചയിൽ ചർച്ച ചെയ്യാം. ഇവിടെ സംഘടിതമായ ഫിത്ർ സക്കാത്തിനുള്ള സൗകര്യമുണ്ട്, അത് ഉപയോഗപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ ഫിത്ർ സക്കാത്ത് നൽകാൻ സംഘടിതമായി നൽകുന്ന സൗകര്യം പള്ളിയോടനുബന്ധിച്ച് അത് ഉപയോഗപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അവസാന പത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ അനിവാര്യമായും ചിന്തിക്കേണ്ട ചില കാര്യങ്ങളെ സംബന്ധിച്ചാണ് സൂചിപ്പിച്ചത്. പലപ്പോഴും ഏറ്റവും നിർണായകമായ നിമിഷങ്ങളെ മറന്നുപോവുക എന്നുള്ളത് മനുഷ്യന്റെ ചില അവസ്ഥകളിൽപ്പെട്ടതാണ്. അത് ഉണ്ടാകാതിരിക്കാനാണ് നമ്മൾ ഗൗരവത്തോടുകൂടി ജാഗ്രത പാലിക്കേണ്ടത്. ഏറ്റവും നിർണായകമായ സമയങ്ങളെ അതിന്റെ പൂർണ്ണമായ ഗൗരവത്തിൽ എടുത്തു ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ ബുദ്ധിമാൻ എന്ന് പറയുന്നത്. ഈ അവസാന പത്ത് 2-3 കാര്യങ്ങളാണ് പ്രധാനമായി നമുക്കതിൽ ചെയ്യാനുള്ളത്. ഒന്ന്, ലൈലത്തുൽ ഖദർ, അത് നമുക്ക് കിട്ടണമെന്ന ഒരു ഉറച്ച പ്രതിജ്ഞയുണ്ടായി അത് കിട്ടണേ എന്ന പ്രാർത്ഥനയോടുകൂടി നമ്മൾ മുന്നോട്ട് പോവുക. അതിന് ഏറ്റവും നല്ല വഴി 10 ദിവസം ഇഅ്തികാഫിരിക്കുന്ന ഒരു മനുഷ്യൻ, ചുരുങ്ങിയത് ഒറ്റയിട്ട രാത്രികളെങ്കിലും പള്ളിയിൽ ഇഅ്തികാഫിരിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് എന്തായിരുന്നാലും ലൈലത്തുൽ ഖദർ കിട്ടും. ഇഅ്തികാഫ് അല്ലാഹുവിന്റെ റസൂലിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ്. പ്രവാചകന്റെ ഭാര്യമാരും പ്രവാചകനോടൊപ്പം പള്ളിയിൽ താമസിച്ചിരുന്നു എന്നാണ്. അതുകൊണ്ട് കുടുംബസമേതം അത്തരം കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രദ്ധിക്കണമെന്നാണ് ഓർമ്മപ്പെടുത്താറുള്ളത്. നമ്മൾ പറഞ്ഞത് തൗബയെ സംബന്ധിച്ചാണ്. തൗബ ജീവിതത്തിലെ തെറ്റുകൾ ഏറ്റുപറയാനുള്ള സമയമാണ്. നമ്മുടെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കും. നമ്മുടെ പ്രാർത്ഥനകൾക്ക് അല്ലാഹു ഉത്തരം ചെയ്യും. നമ്മുടെ തൗബ സ്വീകരിക്കാൻ അല്ലാഹു കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ഒരു റമളാനിലെങ്കിലും ചെയ്തു പോയ പാപക്കറകളിൽ നിന്ന്
നമ്മുടെ മനസ്സിനെ, നമ്മുടെ ഹൃദയത്തെ കഴുകി ശുദ്ധീകരിക്കാൻ നമുക്ക് സാധിക്കണം. ഓരോ സമയവും അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തുക. ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഭൗതികമായ പല സന്ദർഭങ്ങളിലും നമ്മൾ വ്യക്തിപരമായ ഒരുപാട് കാര്യങ്ങൾക്ക് ക്രമീകരണങ്ങൾ വരുത്തി കുറച്ച് പ്രയാസപ്പെട്ട് ഉറക്കമൊക്കെ ഒഴിവാക്കി നമ്മൾ പല കാര്യങ്ങളും നേടിയെടുക്കാറുണ്ട്. ഭൗതികമായി പല കാര്യങ്ങൾ, ഒരു ഹോസ്പിറ്റൽ കേസ് വന്ന ഉറക്കം നഷ്ടപ്പെടും, ദീർഘമായ യാത്രകൾ വേണ്ടി വരും. വ്യക്തി ജീവിതത്തിലെ നമ്മുടെ ചില ഇഷ്ടങ്ങളെ നമ്മൾ മാറ്റിവെക്കും. റമദാനിനെ മുഴുവൻ എങ്ങനെയാണ് വേണ്ടത്, അവസാന 10 പ്രത്യേകിച്ച് കുറച്ചൊരു റിസ്ക് ഉണ്ടാവും, കുറച്ച് ഉറക്കൊഴിക്കുന്നതിന്റെ ബുദ്ധിമുട്ടുകൾ നമ്മൾ നേരിടേണ്ടി വരും. കുറച്ചൊക്കെ നമ്മുടെ വർക്കിൽ ക്രമീകരണങ്ങൾ നടത്തേണ്ടി വരും. ഞാൻ കഴിഞ്ഞ ദിവസം ഒരാളുടെ കൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ പറഞ്ഞു, റമദാനിൽ ആകെ 4 ദിവസം വർക്കിൽ പോയത്, എനിക്ക് അതിന്റെ ബുദ്ധിമുട്ടുകളുണ്ട്. അദ്ദേഹം ഇപ്പൊ നമ്മളിങ്ങനെ പറഞ്ഞു വിചാരിച്ചു പറഞ്ഞതല്ല, വ്യക്തിപരമായ സംസാരത്തിനിടയിൽ പറഞ്ഞു. പക്ഷേ എങ്കിലും ഞാനത് അങ്ങനെ അങ്ങനെയൊക്കെ തീരുമാനമെടുക്കുന്നവരും നടപ്പിലാക്കുന്നവരും. അതുകൊണ്ട് വ്യക്തിപരമായ കാര്യങ്ങൾക്ക് നല്ല ക്രമീകരണങ്ങൾ വരുത്തി അവസാന ദിവസങ്ങളെ ഉപയോഗപ്പെടുത്തണമെന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. ആ നിലക്കുള്ള ഒരു ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റമദാനിലെ അവസാന 10 ഏറ്റവും പവിത്രമായ ദിനരാത്രങ്ങളെ പരമാവധി ആരാധനകൾ കൊണ്ട് സമ്പന്നമാക്കാൻ തൗഫീഖ് ലഭിക്കുന്നവരിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ നോമ്പും ഖുർആൻ പാരായണവും നമ്മുടെ ദാനധർമ്മങ്ങളും നമ്മുടെ സക്കാത്തും നമ്മുടെ മറ്റു ആരാധനാ കർമ്മങ്ങളും എല്ലാം അല്ലാഹു നമ്മിൽ നിന്ന് അതിന്റെ പൂർണ്ണതയിൽ പ്രതിഫലം പൂർണ്ണമായി ലഭിക്കുന്ന രൂപത്തിൽ തന്നെ അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ വീഴ്ചകൾ അല്ലാഹു നമുക്ക് പുറത്തു മാപ്പ് നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് പ്രയാസപ്പെടുന്ന ധാരാളം ആളുകളുണ്ട്, പ്രാർത്ഥന കൊണ്ട് വസീയത്ത് ചെയ്ത ധാരാളം ആളുകളുണ്ട്. ദാനധർമ്മങ്ങൾ, സ്വതക്കകൾ പല നന്മകൾക്കും നൽകുമ്പോൾ ആളുകളൊക്കെ പറയാറുള്ളത് പ്രാർത്ഥിക്കണം കേട്ടോ എന്ന്. അങ്ങനെ പ്രാർത്ഥിക്കാൻ വസീയത്ത് ചെയ്ത ധാരാളം ആളുകളുണ്ട്. അല്ലാഹു എല്ലാവരുടെയും സൽക്കർമ്മങ്ങൾ സ്വീകരിക്കുകയും അവരുടെ നല്ലതായ ആഗ്രഹങ്ങൾ സഫലീകരിച്ചു കൊടുക്കുകയും ചെയ്യുമാറാകട്ടെ. അല്ലാഹു അവരെയും നമ്മെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ആദർശ ബന്ധുക്കൾ, കുടുംബ ബന്ധുക്കൾ, ജീവിച്ചിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾ, അല്ലാഹു എല്ലാവർക്കും കരുണ ചൊരിയുമാറാകട്ടെ. എല്ലാവർക്കും സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ പ്രയാസപ്പെടുന്ന ഗസയിൽ ഇപ്പോഴും ഇസ്രായേലിന്റെ ക്രൂരത നമ്മൾ കണ്ടതാണ്. പ്രയാസപ്പെടുന്ന വിശ്വാസികളായ സഹോദരങ്ങളുണ്ട്. അല്ലാഹു എല്ലാവർക്കും രക്ഷയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അന്തിമ വിജയം വിശ്വാസികൾക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ വഅദ്ഖിൽനൽ ജന്നത യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ الشرك والمشركين. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم انصر اخواننا المسلمين في كل مكان. اللهم انصر اخواننا المسلمين في فلسطين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم صل على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين.